സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമ്മള് ഇന്ന് ഒരു അവാർഡ് ഫംഗ്ഷൻ ആയിട്ട് പോവാട്ടോ. നമ്മൾ ലാസ്റ്റ് ഇയർ പോയിട്ടുണ്ടായിരുന്നു ബ്രാൻഡ് സ്റ്റോറീസിന്റെ അതിനൊപ്പം തന്നെ വേറെ കുറെ സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇത്തവണ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ ജിഞ്ചോ മീഡിയ അങ്ങനെ ഇവരെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞവിടെ ഞാൻ പോയിട്ട് പറയുമ്പോൾ ഓർമ്മയുണ്ടാവും. ജിൽ ജിൽ എന്ന് പറഞ്ഞിട്ട് ജാക്കറ്റ് ഒക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ? ചില രസമായിരുന്നു കേട്ടോ. ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ ഇത്തവണ ഇത് രണ്ടാമത്തേതാണ് കേട്ടോ. രണ്ടാമത്തെ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡാണ്. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഹണിഹോസ് വരുന്നുണ്ട്. അപ്പോൾ അതുമാത്രമായിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്. 500-ൽ പരം ഇൻഫ്ലുവൻസേഴ്സ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് റെഡി ആവണം. ഔട്ട്ഫിറ്റ് ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കളർ ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കളർ ആരെങ്കിലും ഗസ് ചെയ്തിട്ടുണ്ടോ എന്നത് പറഞ്ഞിട്ടോ. ഇതൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ, ഒരു ബ്രൗണും വൈനും കൂടിയിട്ടുള്ളത്. അത് ഡൈ എടുത്തതാണ്. ഈ കളർ വേണമെന്ന് വെച്ചിട്ട് കുറച്ച് റെയർ ഷെയ്ഡ് അല്ലേ, അങ്ങനെ നോക്കി എടുത്തതാണ്. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊരു 3D ഇഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ ഫ്ലവേഴ്സിന്റെ, പിന്നെ ഇത് അവിടെ ഇങ്ങനെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഇൻസ്പിറേഷൻ എടുത്ത് ചെയ്താൽ എനിക്ക് ആദ്യം ഇട്ട് നോക്കിയപ്പോൾ കുറച്ചൊരു ഭരതനാട്യം എഫക്റ്റ് പോലെ തോന്നി കേട്ടോ. കാരണം ഇവിടുത്തെ ഒരു ഡീറ്റെയിലിങ്ങും പിന്നെ സൈഡിൽ നിന്ന് പ്ലീറ്റ് വന്നപ്പോൾ ശരിക്കും അങ്ങനെ തോന്നി. പിന്നീട് നമ്മളത് മാറ്റി കേട്ടോ. ഞാൻ സ്കേർട്ട് കാണിക്കേ. അപ്പൊ ഇതാണ് ഈ സ്കേർട്ട്. നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ ഡ്രേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം നമ്മൾ ഈ സൈഡിൽ നിന്നായിരുന്നു ഡ്രേപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അത് നമുക്കത് അത്ര സെറ്റ് ആയില്ല. ഒരു ഭരതനാട്യം ഇഫക്റ്റ് പോലെ തോന്നി. അപ്പൊ അത് മാറ്റിയിട്ട് വേറെ ഡ്രേപ്പ് ആക്കിയിട്ടോ. ഈ ഡ്രേപ്പ് സ്കേർട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് ടഫാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആട്ടോ അത്. അങ്ങനെ കൊളോസ് ആയിട്ടാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഷെവി ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു ഡിസൈൻ പറഞ്ഞ ഒന്നാമത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആവും ഞാൻ പറഞ്ഞ ഡിസൈൻ. അത് മാത്രമല്ല എനിക്കത് ഭയങ്കര പെർഫെക്റ്റ്, അതിനെക്കാട്ടിലും പെർഫെക്ഷൻ വേണമെന്നുള്ളവരാണ് കൊളോസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊരു പ്രശ്നമേ അല്ല. സൂപ്പറായിട്ട് ചെയ്തു തരും കേട്ടോ. ബ്രൈഡൽ വർക്ക്സും കൂടി ചെയ്യുന്നത് കാരണം നമുക്ക് ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് വർക്ക്സ് ചെയ്തെടുക്കാനായിട്ട് അവരുടെ ഡിസൈൻ കൊളോസിലൊന്നും ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരുപാട് വർക്ക്സ് ചെയ്തിട്ടുള്ളതാണ് കൊളോസിലെടുത്തത്. അപ്പോൾ ഇങ്ങനെ വരും സ്കേർട്ട്. നമ്മൾ ഭയങ്കര ഹീൽസ് ഒക്കെ ഇടും. ഇത് ഒരുവിധം തേച്ചിങ്ങനെ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ചുടുങ്ങാണ്ട് കൊണ്ടിടണം. പിന്നെ ദുപ്പട്ട വരും. അതൊക്കെ നമുക്ക് ലാസ്റ്റ് ലുക്കിൽ കാണിക്കാം. പിന്നെ ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയി അവിടെ എങ്ങനെയാണ് കൺവെൻഷൻ സെന്ററിനാണ് ഉള്ളത്, അങ്കമാലിയിൽ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് പോയാൽ മതി. കൊച്ചിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് കൊച്ചിയിൽ പോയിട്ട് എന്നിട്ട് അവിടെ റെഡി ആയിട്ട് ഫംഗ്ഷൻ വരുന്നുണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ അങ്ങനെ നമുക്ക് റെഡി ആയിട്ട് പോവാം. അങ്കമാലി എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ദൂരല്ലേ ഉള്ളൂ. അത്ര പ്രശ്നമില്ല കേട്ടോ. അപ്പൊ ഇനി ഔട്ട്ഫിറ്റ് ഇടാൻ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇച്ചിരി ഒരു കല്യാണം എഫക്റ്റ് പറയുന്നത്, പക്ഷെ നൈറ്റ് ഫംഗ്ഷൻ ആണ്, അവാർഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഒട്ടും വർക്കണ്ടെന്ന് വിചാരിച്ചു. കുറച്ച് ജിൽ തന്നെ പോകാൻ. പിന്നെ നമ്മൾ ബ്യൂട്ടി ഫാഷൻ ബ്ലോഗറാണല്ലോ. ഇതിൽ തന്നെ പോകണം. അതിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പുതിയ പുതിയ ഡിസൈൻസ് ചെയ്യാനും ഭയങ്കര കാര്യമായിട്ട് ഓരോ ഫംഗ്ഷൻസിന് ഇങ്ങനത്തെ ഒരുങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതല്ലെങ്കിൽ എനിക്ക് ഉറക്കത്തി നടക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഇങ്ങനത്തെ ഒരു അവസരങ്ങൾ വരുമ്പോൾ ഞാൻ ഒട്ടും പാഴാക്കാറില്ല. കഴിഞ്ഞ വർഷത്തേന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലുക്കാണ്. കഴിഞ്ഞ വർഷം നമ്മളൊരു ഇൻഡോ വെസ്റ്റേൺ ലുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാൻസും ബ്രാലെറ്റും സീക്വൻ ജാക്കറ്റും. പക്ഷെ അത് ഇച്ചിരി പാടിയിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഒരു അവാർഡ് ഫംഗ്ഷൻ ഇട്ടത് ഒരു ഗൗൺ ആയിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഷോർട്സ് വീഡിയോന് വേണ്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അത് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഡ്രേപ്പ് സ്കേർട്ട് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ബിഹൈൻഡ് വുഡ്സിൽ വരുന്ന ഒരു ഗ്രീൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ മാറി പറഞ്ഞിരിക്കും. നമ്മൾ ഡിഫറെന്റ് ആയിട്ട് പരീക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് റെഡി ആവാം കേട്ടോ. അല്ല, ആദ്യം പോയി ഭക്ഷണം കഴിക്കട്ടെ. നമ്മളെല്ലാവരും മാച്ചിങ്, ഞാനും ഇമ്മക്കുട്ടിയും നമ്മളങ്ങനെ മാച്ചിങ് ചെയ്തെടുത്തതാണ്. പക്ഷെ ഏട്ടൻ്റെ ആക്സിഡന്റലി ഇവിടെ ഉണ്ടായിരുന്ന ഷർട്ട് കറക്റ്റ് മാച്ചിങ് ആണ്. ഞാൻ പറഞ്ഞു ഇതന്നെ ഇട്ടാൽ മതി, ഇതന്നെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ എടുക്കാൻ പോവാന്ന് വിചാരിച്ചിരുന്നിരുന്നതാണ്. ഞാൻ പുതിയൊരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് മുടി അഴിച്ചിട്ടുണ്ടെങ്കിൽ തീരെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു അഴിച്ചിട്ടാണ് കുറച്ചുകൂടി നല്ലതായിരിക്കുന്നത്. പക്ഷെ ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ് അത്. എന്തായാലും കംപ്ലോണ്ട് വേ ആണ്. നമ്മൾ പോവാണ്. ആദ്യമായിട്ടാണ് ഒരു ഫംഗ്ഷൻ നമ്മൾ മൂന്നാൾ ഒരുമിച്ച് പോകണത്. ആദ്യമായിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്ത് ചേച്ചി ചേട്ടനെ കൊണ്ടുപോകാത്ത, എന്ത് പോകാനെ അങ്ങനെ കൊണ്ടുപോകാത്തതല്ല. മിക്കവാറും ഏട്ടന് ഇവിടെ ഉണ്ടാവാറില്ല. ഞാൻ തനിയെ വന്ന് പോവല്ലേ പതിവ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ പോലും ഏട്ടന് ഇവിടെ ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ തനിയെ ഇമ്മക്കുട്ടീനെ ഇങ്ങനത്തെ ഫംഗ്ഷൻസിലുണ്ടായി ഇമ്മക്കുട്ടി ആകെ ബോറടിക്കും. അതാണ് അങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റാതിരുന്നത്. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഇതിപ്പോ നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ട്. നമ്മൾ ഇത്രയും
വർഷത്തെ കരിയറിൽ ആദ്യമായിട്ട് നമ്മളൊരു അവാർഡ് ഫംഗ്ഷന് ഒരുമിച്ച് പോകണം. അല്ലെങ്കിൽ അറിയില്ലായിരുന്നു എന്താ അവിടെ വെച്ച് ബോറടിക്കാൻ ചാൻസ് നല്ലോണം. അങ്ങനെ നമ്മൾ ഇവൻറ്റിന് നമ്മൾ അറ്റ്ലസ് കൺവെൻഷൻ സെൻറ്റർ ഉണ്ടല്ലോ ഇവിടെ അങ്കമാലിയിലുള്ള അവിടെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെയാണ് ഇവൻറ്റുകൾ. 2 മണിക്ക് തുടങ്ങിയിട്ടുള്ള ഇവൻറ്റാണ് കേട്ടോ. നമ്മളൊരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലല്ല 5 അല്ല കേട്ടോ 5:30 കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഇൻ്റർവ്യൂവിനുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബൂത്ത്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഷംഭുവിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് ആർ ജെ ഷംഭുവിനെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് പേരെ മീറ്റ് ചെയ്തു. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ യൂട്യൂബ് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഒരുപാട് പേര് നമ്മൾ കണ്ടു. നമ്മൾ കണ്ടവരെ തന്നെ നമ്മൾ പിന്നെയും കണ്ടു. ആദ്യമായിട്ട് കാണുന്നവരുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പേരോട് സംസാരിച്ചു. മീനുവിൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്തു. ഒരുപാട് സന്തോഷം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കണ്ടിട്ട്. പിന്നെ ഈ വാവേനെ കൊണ്ടുവന്ന് ചൊക്കൊരു മുത്താന്ന് പറയുകടാ. ഭയങ്കര സ്വീറ്റ്, ഒരു വാശിയൊന്നും ഇല്ലാത്ത നല്ല മുത്തുമണി വാവയാണ്. നമ്മൾ വാവയുടെ കൂടെ കുറച്ചധികം നേരം ഇരുന്നു. അപ്പോഴേക്കും ഇമ്മക്കുട്ടിയൊക്കെ ഏകദേശം ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ ഇമ്മക്കുട്ടിയെ കൊണ്ട് ഫുഡൊക്കെ മേടിക്കാനൊക്കെ പോയി. പിന്നെ അപ്പോഴേക്കും ശരണ്യ എത്തിയിട്ടുണ്ടായിരുന്നു, ഐശ്വര്യ എത്തിയിട്ടുണ്ട്, ഉണ്ണിമായ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് പേരെ ഞാൻ പുതിയ ആൾക്കാരെ കണ്ട് നമുക്ക് പരിചയപ്പെടാനൊക്കെ പറ്റി. അത് അടിപൊളിയായിരുന്നു. നമ്മൾ നമ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് നല്ല അടിപൊളി ഫീലായിരുന്നു. ഷസാമിനെ ഞാൻ മുന്നും പല ഇവൻറ്റ്സിനും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ സംസാരിച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഏട്ടന് ഷസാമിനെ പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. കാരണം ആൾ ആകെ കാണുന്ന യൂട്യൂബിലൊരു ചാനൽ ഇപ്പോൾ എൻ്റെ അല്ലാണ്ട് കാണുന്നത് ഷസാമിൻ്റെയാണ്. എന്നുവെച്ചാൽ ഇങ്ങനത്തെ യൂട്യൂബ് ചാനൽസൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഇടയിലത്തെ നോക്കുമ്പോൾ പിന്നെ ആൾ കൂടുതൽ എഡ്യൂക്കേഷണൽ ന്യൂസ് അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ ആളെയൊക്കെ ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പല ഇവൻറ്റ്സിന് കാണുമ്പോൾ നല്ല ഡോളിനെ പോലെയല്ലേ കാണാനായിട്ട്, നല്ല രസമല്ലേ. പിന്നെ ജാസ്മിൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ജാസ്മിനെ വലിച്ചു കൊണ്ടത്. ആൾ നല്ല രസമല്ലേ. കോഡ് സെറ്റ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഞാൻ ജാസ്മിനോട് പറയാം നല്ല അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര ഡിഫറെൻറ്റ് ലുക്കായിട്ടുണ്ട്, പൊളിയായിട്ടുണ്ടെന്ന് പറയായിരുന്നു. ഇങ്ങനെ ഭയങ്കര നല്ല സുന്ദരി കുട്ടികളല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കായിരുന്നു, നിങ്ങൾ വളരുന്നതാണോ അതോ ഞാൻ ചെറുതാവുന്നതാണോ എന്നാണ് ഇപ്പോൾ ഞാൻ ചോദിച്ചത്. അതിനുള്ളൊരു അടിപൊളി മറുപടി അവൾ പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവാർഡ് ഫംഗ്ഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഹണി റോസാണ് വരുന്നത്. അപ്പോൾ ആൾ ഓൾറെഡി വന്ന് ഒരു ചെറിയൊരു ഇതൊക്കെ ഇൻട്രോ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പുറത്തായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഷോട്ട്സും അങ്ങനെ ചോക്ലേറ്റ്സ് ടേസ്റ്റ് ചെയ്യാനും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമ്മക്കുട്ടിയായിരുന്നു ഇടയിൽ എങ്ങോട്ടോ പോയി കുറേ കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ എത്തി എൻ്റെ അടുത്തേക്ക് ആദ്യം. അപ്പോൾ ഞാനിങ്ങനെ നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചുമ്മാ വർത്താനം പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഒരുപാട് പേരെ കണ്ടു കേട്ടോ. ഞാൻ ഇത്രയും നാൾ പോയാൽ അത്യാവശ്യം ഏറ്റവും വലിയൊരു ഇവൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര വലിയ ക്രൗഡായിരുന്നു. ഈ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ പുറത്തുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കുറേ ബൂത്ത്സും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് ഇൻട്രാക്റ്റീവ് സെഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡെവി കുഞ്ചു, അയ്യോ അവളിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ അവരൊക്കെ പരിചയപ്പെട്ടു. പിന്നെ ഞാൻ കുറേ പേരെ എൻ്റെ അടുത്തുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഏട്ടനെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി അവാർഡ് ഫംഗ്ഷൻ്റെ സമയമായി. ഇതേ കണ്ട് നമ്മുടെ പോസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇപ്പതേ എന്നെ വിളിച്ചു അസ്വി മലയാളം അശ്വതി കണ്ണിലാണ് സൗന്ദര്യം. എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനിൽ നിൽക്കാൻ താല്പര്യമുണ്ട്. അതിന് വളരെ വളരെ സഹായകമാകുന്ന കാര്യമാണ് ബ്യൂട്ടി വ്ലോഗേഴ്സ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റും സന്തോഷവും അതേപോലെ തന്നെ പേടിയും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് ഇമ്മക്കുട്ടീനെ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഇമ്മക്കുട്ടി എന്നിട്ട് ഭയങ്കര തുള്ളിച്ചാട്ടം, എന്ത് കാണിയൊരു ഹായ് കാണിക്കണുണ്ടോ? ഇമ്മക്കുട്ടീൻ്റെ അടുത്തും ഏട്ടൻ്റെ അടുത്താണ് ഹായ് കാണിച്ചത്. ഭയങ്കര സ്വീറ്റാട്ടോ. ഞാനിങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ബേബിയാണ്, എൻ്റെ മോളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾ ഹായ് ഒക്കെ കാണിച്ച് ഭയങ്കര സ്വീറ്റായിട്ട് പെരുമാറി. എനിക്ക് ഭയങ്കര നല്ല വാംത്തുള്ള പെരുമാറ്റമാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. എനിക്കത് ശരിക്കും ഒന്ന് പിച്ചി നോക്കേണ്ടി വന്നു. എനിക്ക് ഹണി റോസിനെ കാണാൻ പറ്റുന്നതന്നെ നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവാർഡൊക്കെ മേടിക്കാൻ പറ്റില്ല. അടിപൊളി ഫീലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ തന്നെ നിന്ന് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നീടും. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ ഒരുപാട് പേരായിട്ട് സംസാരിച്ചു. പിന്നെ ഫുഡിൻ്റെ ഉണ്ട് അവിടെ. പക്ഷേ പറഞ്ഞ പോലെ വലിയ ഫംഗ്ഷൻ ആയതുകൊണ്ട് റഷല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുക ഇറങ്ങിയാലോ എന്നുള്ളത് വിചാരിക്കുമായിരുന്നു. കാരണം നമുക്കിനി നാളെ ഏർലി മോർണിംഗ് പോകാനുള്ളതാണ്. ഒരുപാട് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ പരിപാടികളായിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റേജിൽ
അത്യാവശ്യം ഭയങ്കര വലിയ ക്രൗഡും ആയിരുന്നു. ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരുപാട് ഓഡിയൻസും ഇൻഫ്ലുവൻസേഴ്സ് കൂടാണ്ട് ഒരുപാട് ഓഡിയൻസും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ അവാർഡ്. അപ്പോൾ നീതൂസ് അക്കാഡമിയുടെ വലിയൊരു ട്രോഫിയൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെയും ഐശ്വര്യയുടെയും ഞങ്ങളുടെ 2 പേരുടെയും കൊളോസാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. പിന്നെ മണവാളൻ, ആളെ ഞാൻ കഴിഞ്ഞ തവണ ഷോർട്സിൻ്റെ വെന്ന് വെച്ച് കണ്ടാണ്. അടിപൊളി, ഭയങ്കര അടിപൊളി ഡ്രസ്സിങ് സെൻസ് ആളുടെ. പിന്നെ ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ മുടിയുടെ കാര്യം ചോദിക്കുമായിരുന്നു. കെല്ലിൽ പോയിട്ടാണ് ആൾ ചെയ്തിട്ടുണ്ടായത്. ഞാനും കെല്ലിൽ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചിട്ട് പിന്നെ ശരണ്യായിട്ടൊരു ഫോട്ടോ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ സംസാരിച്ചു. പിന്നെ ഞാൻ എഗെയിൻ വാവയെ കാണാൻ വേണ്ടി വന്നു, വാവയെ കണ്ടു. പിന്നെ ആളെ ഇതാ മീറ്റ് മേരി. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാൻ ഇത്തവണ സിമ്പിളാണോ? അപ്പോൾ അവളിങ്ങനെ പറയുന്നത് ഭയങ്കര കംഫർട്ടബിളാണ്, നല്ല സുഖം ഇടാനായിട്ടൊന്നും. എനിക്ക് അവരുടെ ഡ്രസ്സിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓരോ ഇവൻറ്റിന് വരുമ്പോഴും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് അവരുടെ ഡ്രസ്സിങ്. അടിപൊളിയായിട്ടില്ലേ? പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി, കുറച്ച് ചാനൽസൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ ഗംഗയ്ക്ക് അവാർഡ് ഉണ്ടായിരുന്നു. ഭയങ്കര സൂപ്പർബായിട്ടുള്ള ഹ്യൂജ് ഫങ്ഷനായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമായി, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് asvifam. ഒരുപാട് പേരെ കണ്ടു, സംസാരിക്കാൻ പറ്റി. ലവ് യു സോ 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 മച്ച്. അടിപൊളി ഫീലിംഗ് ആയിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മുടെ ഇവൻറ്റ് കഴിഞ്ഞു. പക്ഷേ ഇനി ഫുഡ് കഴിക്കാം. ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കും, കുറേ നേരം നിൽക്കും. പിന്നെ DJ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും നമ്മൾ നിൽക്കണില്ല. ഇമ്മക്കുട്ടി ഉണ്ടല്ലോ, അപ്പോൾ ടയേർഡാണ് ഇമ്മ. അപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ പോകാൻ വിചാരിച്ചു. അത് മാത്രമല്ല, നാളെ നമ്മുടെ ഹംബ്ലിയുടെ കല്യാണമാണ്. ഹംബിൾ മ്യൂസിഷ്യൻ ഇല്ലേ, കാർത്തിക്കിൻ്റെ കല്യാണമല്ല കേട്ടോ, സോറി, റിസപ്ഷനാണ്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ എനിക്ക് നാളെ ഏർലി മോർണിംഗ് എഗെയിൻ ഇവിടെ തൃശ്ശൂരിന് നമുക്ക് കൊച്ചിക്ക് പോകണ്ടേ. അപ്പോൾ അതിന് ആകെ ടൈറ്റ് ആവും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ നമുക്കിപ്പോൾ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വഴിയിൽ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ദോശ കഴിക്കാം കേട്ടോ. ആൻഡ് അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇത് എവിടെ നിന്നാണ് ഇവർ ഒരുങ്ങി കെട്ടി വരുന്നതെന്നുള്ള രീതിയിൽ എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും വലുത് നമ്മുടെ വിശപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാണ്ടിരുന്നു, ഭക്ഷണം കഴിക്കുകയാണ്. ഓ, ഈ ഐസ്ക്രീമിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ മൊത്തം ബഹളം അല്ലേ? ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ ഒരു ആശ്വാസമായിട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് സൂസ് കഴിക്കണം, അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ആശ്വാസമാവുക. അയ്യോ, നമുക്ക് പോവാം വേഗം വീട്ടിൽ പോവാം. അപ്പൊ നമ്മള് തിരിച്ചെത്തിയിട്ടോ വീട്ടില്. അതേ നമ്മുടെ പിന്നെ നമുക്ക് കുറച്ച് ഗുഡീസും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. വീട്ടിൽ ഗുഡി ബാഗ്സ് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ കീ ചെയിൻ ആണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു കീ ചെയിൻ വേണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇതേ കണ്ടോ, അശ്വതി അശോക് കുമാർ എന്ന് എഴുതിയിട്ടുണ്ട്. യൂട്യൂബിൻ്റെ ഒരു സിമ്പിൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കീ ചെയിൻ ആണല്ലേ. പിന്നെ നമുക്ക് സ്പോൺസേഴ്സിൻ്റെ ഗുഡി ബാഗ് ഉണ്ട് കേട്ടോ. റൈസ് ബ്രെയിൻ്റെ കുക്കിംഗ് ഓയിലുണ്ട്, കോക്കനട്ട് ഓയിലുണ്ട്, ഫിഷ് മസാല, സാമ്പാർ മസാല, ചിക്കൻ മസാല, പിന്നെ അതുപോലെ തന്നെ മീറ്റ് മസാല. ഇതിൽ നിന്ന് എടുത്തോളൂ വേണ്ട. പിന്നെ നമുക്ക് നീതൂസ് അക്കാഡമിയുടെ ഒരു അടിപൊളി മഗ് ഉണ്ട് കേട്ടോ. ഇതാ. പിന്നെ നിംലാൻഡ് ലഡ്ഡൂസ് ഉണ്ട്, കോക്കനട്ട് ഡെസേർട്ട് ലഡ്ഡു. 2 വെറൈറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഒരു പെന്നുണ്ട്, ഗോൾഡൻ പെൻ. അതെ. പിന്നെ പ്രീമിയം ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ, ചോക്കോച്ചി. അപ്പോൾ അടിപൊളി ഫീലിംഗ് ആയിരുന്നു കേട്ടോ. കാരണം അത്ര വലിയ ക്രൗഡായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇൻഫ്ലുവൻസേഴ്സ് തന്നെ 500-ൽ പരം ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടി ആണ് കേട്ടോ, ബ്യൂട്ടി ബ്ലോഗർ അവാർഡാണ്. നമ്മളിപ്പോ എല്ലാം കൂടി ഒരു 2000 വീഡിയോസ് എങ്കിലും ഇട്ടിട്ടുണ്ടാവും. അതെങ്ങനെ 4th ആണോ? അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടാ. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് അങ്ങനെ ഉണ്ടായിരുന്നോ ഇന്ന് അവാർഡ്? ഒരു സെക്ഷൻ. 4ാമതാണോ അമ്മനെ വിളിച്ചേ? ഓ അങ്ങനെ. അപ്പോൾ ബ്യൂട്ടി ബ്ലോഗർ കാറ്റഗറിയിലാണ് കേട്ടോ നമുക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ലാസ്റ്റ് ടൈം ബ്രാൻഡ് സ്റ്റോറീസിൽ പോയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് മൊമെന്റും ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഗുഡീസ് അമ്മ കാണിച്ചൂലോ.
ഭയങ്കര അടിപൊളിയാണ്. ഇല്ല ഇല്ല അത് അവിടെ ഇരുന്നോട്ടെ, കാരണം അമ്മമ്മയ്ക്ക് യൂസ് ചെയ്യാലോ. ഭയങ്കര അടിപൊളി ഫീലിംഗ് ആയിരുന്നു. ഇത്രയും വലിയ ക്രൗഡ് ഹണി റോസ് വന്നപ്പോൾ എനിക്ക് അത്രയും വലിയ സ്റ്റേജിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് മാത്രമല്ല, അതെ, അത് ആരെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇമ്മക്കുട്ടി ഭയങ്കര താഴ്ന്ന് ഭയങ്കരമായിട്ട് ചിയറിങ് ആയിരുന്നു. അതുപോലെ ഏട്ടനും ഉണ്ടായിരുന്നു. ഏട്ടനും ഇമ്മക്കുട്ടി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി. യൂഷ്വലി ഇങ്ങനത്തെ ഇവന്റ്സിലൊന്നും നമ്മളങ്ങനെ ഒരുമിച്ചുണ്ടാവാറില്ല. കഴിഞ്ഞ അവാർഡിനാണെങ്കിലും ഒരുമിച്ചുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഹണിറോസിന് കാണിച്ചൊക്കെ കൊടുത്തു. എൻ്റെ ഹസ്ബൻഡും മോളും ആന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ഹായ് ഒക്കെ കാണിച്ചു കേട്ടോ. ഭയങ്കര സ്വീറ്റ്, അടിപൊളിയാ. എനിക്ക് ശരിക്കും ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് നല്ല ആ ഒരു മൊമെന്റിൽ ഞാനത് ഇതായിട്ടോ, കുറച്ച് എനിക്ക് എന്താ പറയണ്ടേന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അതൊരു പ്രശ്നമായിരുന്നു. അതല്ലെങ്കിൽ അടിപൊളി ഫീലിംഗ്. കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ടൊക്കെ പോകുമായിരുന്നെങ്കിൽ കുറേ കൂടി അടിപൊളിയായിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ 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 മച്ച്. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയല്ലോ, അത്ര സന്തോഷം. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഫേസ് മേക്കപ്പ് ആണെങ്കിലും അതെ, അതുപോലെ ഹെയർ സ്റ്റൈലും അതെ, അങ്ങനെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഒരു പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലത്തെ സെക്ഷൻസ് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു. അത് ധൃതിക്ക് ചെയ്തുകൊണ്ട് അത്ര സെറ്റായില്ല. പക്ഷെ ഔട്ട്ഫിറ്റ് എല്ലാവരും പറഞ്ഞോട്ടോ ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഞാനൊരു മാച്ചിങ് ആയിരുന്നല്ലോ. അത് നന്നായി വന്നു. ഇത്തവണത്തെ എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അയ്യോ താങ്ക് യു. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ നാളെ പറയാം, സ്റ്റോറിയിലൊക്കെ വന്ന് പറയാം കേട്ടോ. എനിക്ക് കിടന്ന് ഉറങ്ങട്ടെ. നാളെ ഏർലി മോർണിംഗ് നമുക്ക് ഇറങ്ങണം, കൊച്ചിയിൽ പോകണം. നാളെ മിക്കവാറും ഉണ്ണിമായുടെ അവിടേക്കാവും പോകാൻ ചാൻസ് ഉള്ളത്. ഇന്നത്തെ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്മക്കുട്ടി ഓരോരോ പിൻസായിട്ട് അഴിക്കുന്നില്ല. ഏട്ടനും കൂടി എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് 100 പിൻസ് ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് അത് നല്ല അടിപൊളിയായിട്ട് സെക്യൂർ ആയിട്ടിരുന്നു കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നാളെ മിക്കവാറും ഞാൻ ഇതുപോലെ എന്തെങ്കിലും ആവും കെട്ടുക. കാരണം എനിക്കിപ്പോൾ ഇന്ന് തല കുളിക്കാൻ സമയമില്ല. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഹെയർ സ്പ്രേ വെച്ച് സെറ്റ് ചെയ്തിട്ടില്ല. ഹെയർ സ്പ്രേ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കുളിച്ചിട്ട് തന്നെ കിടക്കണം. പക്ഷെ ഇന്ന് എനിക്ക് അത്ര ആവതില്ല കുളിക്കാൻ. നാളെ രാവിലെ കുളിക്കണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ നോക്കട്ടെ. നാളെ എനിക്ക് ഹീറ്റ് യൂസ് ചെയ്യണം താല്പര്യമില്ല. നോക്കാം നമുക്ക്. അപ്പോൾ ലവ് യു. നമുക്കിനി നാളെ കാണാം. ബൈ ബൈ.